നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ചു. അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ് മരിച്ചത്. വീടിന്റെ ഉടമസ്ഥനായ ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മാത്യു, ഇവരുടെ 8ഉം 5ഉം വയസ്സുള്ള മക്കളായ ജോവാന, ജസ്വിൻ എന്നിവരാണ് അഗ്നിക്കിരയായത്. അങ്ങാടിക്കടവ് പാർക്കുളം റോഡിലുള്ള ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടിച്ചത്. താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന ബിനീഷിന്റെ അമ്മ ചിന്നമ്മയാണ് തീയാളുന്നത് ആദ്യം കണ്ടത്. ഇവർ ബഹളം വച്ചതോടെയാണ് അയൽവാസികൾ ഉൾപ്പെടെ ഓടിയെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും തീ പിന്നീട് ആളിപ്പടർന്നു. ബിനീഷും ഭാര്യയും മക്കളും കിടന്നുറങ്ങിയിരുന്ന മുറിക്കാണ് തീ പിടിച്ചത്. തീ അണച്ചപ്പോഴേക്കും ഇവർ വെന്തു മരിച്ചിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ്. മൂത്ത കുട്ടി ജോവാന 3ാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ജസ്വിൻ 1ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 4:30യോടെയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് കരുതുന്നത്. ഈ തീപിടുത്തം അധികം ആരും അറിഞ്ഞിരുന്നില്ല. രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് തീ പടർന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാർ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. വീടിനകത്തെ ഒരു മുറിക്കുള്ളിലാണ് ആദ്യം തീ പിടിച്ചത്. ആ മുറി മാത്രമാണ് കത്തി നശിച്ചത്. ഇതിലാണ് കുടുംബാംഗങ്ങൾ ഉറങ്ങിയിരുന്നത്. അഗ്നിശമന സേന വീട്ടിലെത്തി തീ അണച്ചപ്പോഴേക്കും വീടിനുള്ളിലുള്ളവർ വെന്തു മരിച്ചിരുന്നു. വീടിന്റെ താഴത്തെ നിലയിലാണ് ബിനീഷിന്റെ മാതാവ് കിടന്നിരുന്നത്. ഇവർ എഴുന്നേൽക്കുമ്പോഴേക്കും മുകളിലത്തെ നിലയിൽ തീ പടർന്നിരുന്നു. ഇവർ നിലവിളികളോടെ നാട്ടുകാരുടെ സഹായം തേടുകയാണ് ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും ഷോർട്ട് സർക്യൂട്ട് സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. എസിയിൽ നിന്ന് തീ പടർന്നതാണോ എന്നും സംശയിക്കുന്നു. ഫോറൻസിക് വിദഗ്ധർ പിന്നീട് സ്ഥലത്തെത്തി പരിശോധന നടത്തും. അതിദാരുണമായ സംഭവത്തിന് ഞെട്ടൽ നാട്ടുകാർക്ക് ഇതുവരെ മാറിയിട്ടില്ല. വ്യാപാരി എന്ന നിലയിൽ വിപുലമായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ബിനീഷ് കുര്യൻ. കുടുംബാംഗങ്ങളിൽ നിന്ന് അടക്കം മൊഴിയെടുക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. അതിനിടെ കോന്നാട് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ഒരാൾ മരിച്ചു. ചേളന്നൂർ സ്വദേശി മോഹൻദാസ് ആണ് മരിച്ചത്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് വെങ്ങാലി ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 അപകടം സംഭവിച്ചത്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാർ കത്തുന്ന നിലയിലായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ കാർ നിർത്തി. പുകയും തീയുമായി വാഹനം വരുന്നത് കണ്ട നാട്ടുകാരും കാറിനടുത്തേക്ക് എത്തി. ഡ്രൈവർക്ക് പുറത്തിറങ്ങാൻ ഇവർ ഡോർ തുറന്നു കൊടുത്തെങ്കിലും സീറ്റ് ബെൽറ്റ് കുടുങ്ങുകയായിരുന്നു. ഇതോടെ ഇയാൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. ഉടൻ തന്നെ ഉഗ്രശബ്ദത്തോടെ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വാഹനത്തിനകത്തായിരുന്നു ഡ്രൈവർ മരിച്ചത്. വിരമിച്ച ശേഷം പുതിയാപ്പാറയിൽ നീലകണ്ഠൻ ഓട്ടോമൊബൈൽസ് എന്ന സ്ഥാപനം നടത്തുകയായിരുന്ന മോഹൻദാസ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി കോർപ്പറേഷൻ ഓഫീസിൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് എത്തിയിരുന്നു. തുടർന്ന് വർക്ക്ഷോപ്പിലേക്ക് തീരദേശ പാതയിലൂടെ പോകുമ്പോൾ കോന്നോട് ബീച്ചിനടുത്ത് വെച്ച് കാറിൽ നിന്ന് പുക ഉയരുന്നത് സമീപത്തുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഉടൻ കാർ അരികിൽ നിർത്തി സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിന് കഴിയാതെ വരികയായിരുന്നു. സമീപത്ത് വല നെയ്യുന്ന മത്സ്യത്തൊഴിലാളി ബഷീർ എത്തി കാറിന്റെ ഇടതുവശത്തെ ഡോർ തുറന്നെങ്കിലും സീറ്റ് ബെൽറ്റ് അഴിക്കാൻ കഴിയാതെ തീയിൽ അകപ്പെടുകയായിരുന്നു. കത്തിയ വാഹനത്തിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായതിനാൽ രക്ഷിക്കാനെത്തിയ മറ്റുള്ളവർക്കും നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. സ്ഥലത്തെത്തിയ പോലീസ് ചെറിയ അഗ്നിശമന ഉപകരണം ഉപയോഗിച്ചെങ്കിലും തീ അണയ്ക്കാനായില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.